ഇവിടെ സഹോദരങ്ങളെ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞു. അത് ഏത് നിലക്കുള്ള ഭക്ഷണമാണ് എങ്കിലും അത് നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. പണ്ഡിതന്മാർ പറഞ്ഞു ഭക്ഷണം എന്ന് പറഞ്ഞാൽ പൊതുവെ രണ്ട് രൂപത്തിൽ, ഒന്ന് നേർക്കുനേരം നമ്മളൊക്കെ കഴിക്കുന്ന രീതിയിൽ വായ കൊണ്ട് കഴിക്കുന്നത് രീതിയാണ്. രണ്ടാമത്തെ ചില ആളുകൾക്ക് എന്ത് ചെയ്യും, എന്തെങ്കിലുമൊക്കെ രോഗങ്ങളോ മറ്റോ ഒക്കെ ഉണ്ടാകുമ്പോൾ അത് അവർക്ക് മൂക്കിലൂടെയോ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലൂടെയോ ഒക്കെ പൈപ്പുകൾ ഇട്ടുകൊണ്ട് ഭക്ഷണം കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ഗ്ലൂക്കോസുകൾ കൊടുക്കാറുണ്ട്. ഇതൊക്കെ ഭക്ഷണത്തിന്റെ പകരം അല്ലെ, ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കാണ് ഗ്ലൂക്കോസ് കൊടുക്കാറുള്ളത്. ഇതൊക്കെ ഭക്ഷണത്തിന്റെ പകരം നിൽക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നോമ്പ് മുറിക്കുന്ന കാര്യമാണ്. ഒരാൾക്ക് ഗ്ലൂക്കോസ് നൽകുന്നുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിന്റെ ഹുക്കുമാണ്. അതല്ലാതെ വായിലൂടെ മാത്രമേ പോയാലേ അത് ഭക്ഷണമാവുകയുള്ളൂ എന്നല്ല. നമുക്കറിയാം ഗ്ലൂക്കോസിന്റെ പ്രധാന ദൗത്യം ഭക്ഷണം കഴിക്കാതെ പോഷകമില്ലാതെ തളർന്നു പോകുന്ന ആളുകൾക്കാണ് ഏറ്റവും പ്രധാനമായും കൊടുക്കുന്നത് ഗ്ലൂക്കോസ് ഒക്കെ. അപ്പൊ ഇതൊക്കെ എന്തിന് കാരണമാകും? നോമ്പ് മുറിയാൻ കാരണമാകും. അതുപോലെയാണ് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, ഇത്തരം പോഷകങ്ങൾ കിട്ടുന്ന വല്ല ഇഞ്ചക്ഷനും ഒരാൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ, അങ്ങനെ ഉപയോഗിക്കേണ്ട അവസ്ഥ വരികയാണ് എങ്കിൽ അത് നോമ്പിനെ മുറിച്ച് കളയുന്ന കാര്യമാണ്. എന്നാൽ വേദനയുടെ ഇഞ്ചക്ഷൻ, വാക്സിനേഷൻ പോലെയുള്ള ഇഞ്ചക്ഷനുകൾ അത് പോഷകം കിട്ടുന്ന ഇഞ്ചക്ഷൻ അല്ല. അത്തരം ഇഞ്ചക്ഷനുകൾ ഒരാൾക്ക് ഉപയോഗിക്കേണ്ടി വന്നാൽ അത് ഉപയോഗിക്കാൻ നോമ്പ് മുറിയുകയില്ല എന്നാണ് പറഞ്ഞത്. എന്നാൽ പോഷകങ്ങൾ അടങ്ങിയ വല്ല കാര്യങ്ങൾ, ഗ്ലൂക്കോസ് പോലത്തെ വല്ലതുമാണ് ഇഞ്ചക്ട് ചെയ്ത് ശരീരത്തിൽ രക്തധമനികളിലൂടെ പ്രവേശിക്കുന്നതെങ്കിലും അത് വായിലൂടെ കഴിക്കുന്നതിന്റെ ഹുക്കുമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്.